പൊന്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രതിഷേധാർഹമായിട്ട് നമ്മൾ ഇന്ന് കാലത്ത് ഗ്രാമസഭയിൽ അവതരിപ്പിച്ചു. ഐക്യകണ്ഠേന എല്ലാവരും അതിനെ എതിർത്തിട്ട് ഉള്ള റിപ്പോർട്ടാണെന്ന് നമുക്ക് ഗ്രാമസഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആരും തന്നെ ഇതിനെ അനുകൂലിക്കുന്നവരില്ല. നമ്മൾ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പോൾ ആളും ഇത് പറയാനായിട്ട് തയ്യാറായില്ല. അത് ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഒരു ഒറ്റ ദാർഢ്യമാണ്, ഞാനിത് ഇവിടെ ചെയ്യും, നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ എന്നുള്ള ഒരു ദാർഢ്യത്തിലാണ് ഇന്നത് മുന്നോട്ട് പോകുന്നത്. നിയമങ്ങൾ എന്തുമായിക്കോട്ടെ, നമുക്കറിയാം ഈ വാർഡിൽ തന്നെ 1-2 സ്ഥലങ്ങളിൽ ഇതിക്ക് മുമ്പ് ഇത് വന്നപ്പോൾ ഈ വ്യക്തി അടക്കമാണ് പന്തകൊളുത്ത് പ്രകടനം മറ്റുള്ള കാര്യങ്ങളും നടത്തി ജനങ്ങൾക്ക് ദോഷ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ബോധിപ്പിച്ച് ആ വ്യക്തി, ആ തുടങ്ങാൻ നിന്ന വ്യക്തികൾ നല്ല മനസാക്ഷിയുള്ളവരായതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ആ വ്യക്തിത്വം അതിൽ നിന്ന് പിന്മാറി ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്ന വ്യക്തി നമ്മുടെ പ്ലാക്കാർഡൈറ്റിസ് എന്ന് പറയുന്ന വ്യക്തിത്വം, പുള്ളിക്ക് സാമ്പത്തിക ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആൾക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്, എനിക്ക് പൈസയാണ് എന്നുള്ള രീതിയാണ് പുള്ളി അവതരിപ്പിച്ചു പോരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രതിഷേധാർഹം നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ഈ അയൽവക്കത്തുള്ള എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ നമുക്കൊരു രാഷ്ട്രീയക്കാരെ എല്ലാവരും കൂടി നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനത്തിന് നമ്മുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ട്, ജില്ലാ മെമ്പർ ഉണ്ട്, നമ്മുടെ മറ്റുള്ള വാർഡുകളിൽ നിന്നുള്ള മെമ്പർമാരുണ്ട്. അപ്പൊ നമുക്ക് ഇത് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇത് ഒരിക്കലും വന്നുകൂടാ. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് പിന്മാറുക, ജനങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ള ഒറ്റ ചോദ്യമാണ് ആ വ്യക്തിയോട് ചോദിക്കാനുള്ളത്. നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കാലത്ത് ഗ്രാമസഭ കൂടിയപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും നമ്മൾ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ ആ ഗ്രാമസഭയെ അറിയിക്കുകയും ചെയ്തതാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിൽ ഇതിന്റെ ഒരു പേപ്പർ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്കൊരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ സെക്ഷനിലേക്ക് വന്നാൽ സെക്ഷൻ ക്ലർക്ക് അത് നേരെ എയ്ക്ക് കൊടുക്കും. ലൈസൻസിനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് എ വന്ന് നോക്കിയതിന് ശേഷമാണ് ആ പേപ്പർ സെക്രട്ടറിയുടെ അടുത്തേക്ക് വരികയും തിരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വരികയും ചെയ്യുന്നത് അതിന് ശേഷമാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം പഞ്ചായത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ എയുടെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എയുടെ ടേബിളില് ആ പേപ്പർ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലം സന്ദർശിക്കുക പോലും ചെയ്യാതെയാണ് ഈ 2-ാം വാർഡ് നേരോലിപ്പാറ ഭാഗത്തേക്ക് ഗവർണറെ പണി ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഞ്ചായത്തിന് അതിനൊരറിവില്ല. വന്ന് നോക്കി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാലാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയാൻ കഴിയുക. അതുപോലും ചെയ്യാതെ ഇത്ര പെട്ടെന്ന് പണി ആരംഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് 2-ാം വാർഡ് ഉൾപ്പെടെ എന്റെ വാർഡ് 11-ാം വാർഡ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ടവർ വരുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ള ജനങ്ങൾ ശക്തമായി എതിർത്തതിനെ തുടർന്ന് അവർ നിർത്തിപ്പോവുക ആയിരുന്നില്ലെങ്കിൽ പോലും നമുക്ക് സ്ഥലം കൊടുക്കുന്ന വ്യക്തി നമ്മൾ അവരോട് സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഈ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ഥലം കൊടുക്കുന്ന വ്യക്തി അതിൽ നിന്ന് ഒഴിവാകുകയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായത്. അത് തന്നെയാണ് എനിക്കിപ്പോ ക്ലീറ്റസ് എന്ന ആളോട് പറയാനുള്ളത്. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് ക്ലീറ്റസ് സാറിനോട് പറയാനുള്ളത്. കാരണം പഞ്ചായത്തിന്റെ പല കാര്യങ്ങളിലും ക്ലീറ്റസ് ചേട്ടൻ എന്ന ക്ലീറ്റസിന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മളെ അങ്ങ് വട്ടം കറക്കുന്ന രീതിയിൽ നിർത്തി കാര്യങ്ങൾ നടത്തി പോന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്റെ അടുത്ത് കയർ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ തൂങ്ങിച്ചാവുന്ന വരെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ ഒരു വ്യക്തി എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം വാർഡ് മെമ്പറെയും അതുപോലെ തന്നെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നേടിയെടുത്ത് പോന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു കെട്ട് പേപ്പറുമായിട്ടാണ് ആ ചേട്ടൻ നടക്കുന്നത്. ഇന്ന് പഞ്ചായത്തിലും ഇന്ന് ഗ്രാമസഭയിലും ഒരു കെട്ട് പേപ്പർ കൊണ്ടുവന്ന് പുള്ളി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് കൊടുത്തതിന്റെ പേപ്പറാണെന്ന് പറഞ്ഞ് നമ്മളുടെ ഗ്രാമസഭയിൽ അത് പരാതിയായിട്ട് എഴുതി പോയിട്ടുണ്ട്. അപ്പൊ ആ
ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന്റെ കാര്യം മാത്രം നടക്കുക, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എതിർത്ത് തന്നെ പറ്റുള്ളൂ. നമ്മുടെ നീരോലിപ്പാറ നിവാസികളുടെ ഒപ്പം പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നമുക്ക് ഏത് വിധത്തിലും ഇവിടെ വരാതെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് പ്രവർത്തിക്കണം. എന്തായാലും ഈ സംഭവം അറിയുന്നത് ആദ്യം തന്നെ ഈ ജില്ലാ മെമ്പർ എന്നെ വിളിക്കുമ്പോഴാണ്. എന്നെ വിളിച്ച് സുനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ജില്ലാ മെമ്പർ എന്നോട് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ AS വിളിച്ചു. നമുക്ക് സെക്രട്ടറി ഇല്ല, അതുകൊണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിളിച്ചപ്പോ AS അറിഞ്ഞിട്ടില്ല. AS എന്നോട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഇപ്പൊ തന്നെ പറയാമെന്ന് പറയുകയും സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആ പേപ്പർ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും കാര്യക്ഷമതയോടുകൂടി പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി വേണ്ട കാര്യം ശരിയാണ്. നമ്മുടെ അനുമതി വേണ്ട ഇപ്പൊ അവർക്ക്, നമ്മളെ അറിയിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് നിയമം. അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും നമുക്കൊരു പേപ്പർ തന്നപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് ഇവിടെ പണി ആരംഭിക്കുമ്പോൾ അത് ഈ ഭാഗത്തെ ജനങ്ങളോടുള്ള ഒരു ക്രൂരതയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുള്ള തുടർ നടപടികൾ നമ്മൾ ഇനി മുന്നോട്ട് പോകണം. അതിന്റെ ആദ്യപടിയായിട്ടുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇതുകൊണ്ട് മാത്രം തീരാൻ പോകുന്നില്ല. ഇപ്പോഴും വളരെ സ്നേഹത്തോടെ ഈ കറുത്തി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ക്ലീറ്റോ സാറിനോട് പറയുകയാണ്, ഇതിൽ നിന്ന് ഒഴിയുക, നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പൊ വളരെ വിനീതമായി ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്, നമുക്ക് ഈ പ്രൊജക്ട് ഇവിടെ വേണ്ട എന്നുള്ള ഒരു നല്ല തീരുമാനം ആ ചേട്ടൻ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ഇത് മുന്നോട്ട് പോവുകയും വേണം. നമ്മുടെ പ്രതിഷേധം ഇവിടെ മാത്രമല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ ഭരണസമിതി നിങ്ങളോടൊപ്പം ഉണ്ട്. അതിന് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു ടവർ വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജില്ലാ മെമ്പർക്ക് അറിയാം. അപ്പൊ ആ രീതിയിലുള്ള മുന്നിൽ നിന്നുകൊണ്ട് വാർഡ് മെമ്പറും ജില്ലാ മെമ്പറും മുന്നിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഒപ്പുശേഖരണമൊക്കെ ഇപ്പൊ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഗ്രാമസഭയുടെ ഒരു തീരുമാനവും കൂടി അതിൽ വച്ച്, നമ്മളിന്ന് ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഗ്രാമസഭയുടെ ഒരു മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ട്. അപ്പൊ ആ മിനിറ്റ്സോട് കൂടി നമ്മളിത് കൊടുക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പ്രതിഷേധത്തിൽ കറുത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കറുത്തി പഞ്ചായത്ത് 2-ാം വാർഡിലെ നീരോലിപ്പാറ നിവാസികൾ ഈ സായാഹ്നത്തിലൂടെ സമ്മേളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ തന്നെ മൊബൈലുകളും അതുപോലെ തന്നെയുള്ള മറ്റുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക യുഗത്തിൽ ഇതെല്ലാം നമുക്ക് അനിവാര്യമായ ഘടകങ്ങളാണ്, വസ്തുക്കളാണ്. എന്നിരുന്നാൽ പോലും ഇത്രയേറെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇതുപോലത്തെ വലിയ വലിയ ടവറുകൾ, വളരെയേറെ വേവ്സുകൾ, തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ മൊബൈൽ ടവർ പോലുള്ള പ്രസ്ഥാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ദൂരവ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. നമുക്കറിയാം, കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം വാക്സിനുകൾ 2-3 വാക്സിൻ എടുത്തു. ഒരു വാക്സിൻ എടുത്ത ആളുകളുണ്ട്. ഈ വാക്സിൻ എടുത്ത മുറയ്ക്ക് തന്നെ നമ്മളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ശ്വാസ തടസ്സങ്ങൾ, അതുപോലെ തന്നെയുള്ള നമ്മുടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. 45, 50, 55 വയസ്സുള്ള ആളുകൾ ശ്വാസസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണ്. ഇതിന് ഒരു തരത്തിലുള്ള പ്രതിവിധി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്ന് എനിക്ക് തന്നെയാണ്. ഇടുത്തി വന്നുപെട്ട പോലെ നമുക്ക് മുന്നിൽ, നമ്മുടെ തലയ്ക്ക് മുന്നിൽ ഒരു കടാരമെന്ന് നിൽക്കുന്നത് പോലെ തന്നെ ഇവിടെ ഈ ടവർ വന്നിരിക്കുന്നത്. ആസ്മ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെയുള്ള വന്ധ്യത. നമുക്കറിയാം, ഈ രാജ്യത്ത് നമ്മുടെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 15-20% വന്ധ്യത ഉള്ള ദാമ്പത്യമാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ഇതുപോലത്തെ ടവറുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ജനവാസക്കാരെ പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ടവറുകൾ സ്ഥായിയായിട്ട് മാറ്റണമെന്നാണ്
ഈ പ്രതിഷേധ സംഗമത്തിന് ഈ സായനത്തിൽ ഈ നീലവല്ലിപ്പാറ നിവാസികളൊപ്പം നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സമരത്തിന്റെ ഇന്നത്തെ ഈ സമാധാനപരമായ സമരത്തിന്റെ ഗതിവിഗതികൾ നമ്മൾ നോക്കിക്കണ്ടുകൊണ്ട് ഇനിയുള്ള സമരങ്ങൾ വളരെ തീവ്രമായിട്ടുള്ള സമരത്തിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ ക്ലീറ്റസ് എന്ന വ്യക്തി നമ്മുടെ സുഹൃത്താണ്, നമ്മളെ നേരത്തെ പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ കാര്യം ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് അംഗനവാടി, അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളടക്കമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സ്ഥാപനം തീർച്ചയായും നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഈ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ നീലവല്ലിപ്പാറ നിവാസികൾ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ കരുവറ്റി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ട് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വാഗ്ദാനം നൽകി കഴിഞ്ഞു. ഇത് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സാന്നിധ്യ ചെയർമാൻ എന്ന നിലയ്ക്കും ഞാൻ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കും എല്ലാവിധ സപ്പോർട്ടും ഈ സമരത്തിന്, ഈ പ്രതിപക്ഷേധ സംഗമത്തിന് ഞാൻ നേർന്നുകൊണ്ട് എല്ലാവിധ നന്മകളും ഭാവിയിൽ ഉണ്ടാകട്ടെ ഞാൻ ആശംസ നടത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു മൊബൈൽ ടവർ നിർമ്മാണം, അതും വളരെ ത്വരിത രീതിയിൽ നമ്മളാരും തന്നെ സത്യത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് കാണാൻ സാധനം തോന്നി കഴിഞ്ഞത്. പക്ഷെ നമ്മൾ ഈ സമരം അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞപ്പോ തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. വൈകിപ്പോയി എന്നാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും ഒരു ടവർ നിർമ്മാണത്തിന് എതിരല്ല. കാരണം നമ്മളൊക്കെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ 2ഉം 3ഉം മൊബൈൽ ഫോണുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ഈ നെറ്റ് ബാങ്കിങ്ങും ഓൺലൈനും ഒക്കെ തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ സമയത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിർദ്ദിഷ്ട സ്ഥലം, ഈ മൊബൈൽ ടവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം ജനങ്ങള് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു അംഗനവാടി, പ്രായം കുറഞ്ഞ കുട്ടികൾ പഠിക്കുന്ന ഒരു കേന്ദ്രം. കാരണം അത് പറയാൻ കാരണം ഈ മൊബൈൽ ടവറുകൾക്ക്, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകൾക്ക് തന്നെ നല്ലൊരു റേഡിയേഷൻ പവർ, അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ ഈ കൊടുക്കുന്ന ഈ ടവറുകൾക്കാണെങ്കിൽ ഇതിനേക്കാളും ഹൈ പവറായിരിക്കും. അപ്പൊ ഈ പവറുകളൊക്കെ തന്നെ ഈ റേഡിയേഷനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഈ കുഞ്ഞു കുട്ടികളടക്കമുള്ള ആളുകളെ. നമ്മൾ ഈ യോഗം ആവശ്യപ്പെടുന്നത് നമ്മൾ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരല്ല, മറിച്ച് ഇത് ഒരു ജനവാസ കേന്ദ്രത്തിനുണ്ട്. അതായത് ഇവിടെ നിന്ന് മാറി ജനവാസം കുറഞ്ഞ മേഖലയിലേക്ക് അത് മാറ്റി തീർക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ യോഗത്തിൽ ആവശ്യപ്പെടുന്നതാണ് എന്റെ സ്ഥിരമായ ഒരു ആവശ്യം. അല്ലാതെ നമ്മളിതിനെ അടച്ചാക്ഷേപിച്ചൊരു കാര്യമില്ല. അപ്പൊ അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കാരണം ഇപ്പൊ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും ഒരു ജനകീയ സമരത്തിന് മുമ്പിൽ ഇതൊക്കെ നിഷ്പ്രഭമായി മാറും എന്നുള്ളത് ഇതിനു മുമ്പുള്ള പല കാര്യങ്ങളും നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കുണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്. കാരണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ രണ്ടാംപാടി തന്നെ ഞങ്ങളുടെ പൗറോസ് ഭാഗത്ത് ഇതുപോലൊരു മൊബൈൽ ടവറിന്റെ നിർമ്മാണം ആരംഭിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ അത് നമ്മൾ അറിയുകയും നമ്മൾ അതിന്റെ പിന്നാലെ നമ്മൾ ലൈവായിട്ട് വെക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ ഹൈക്കോടതിയിൽ ട്രൈബ്യൂണലിൽ വരെ പോയ ആളാണ്. നമ്മൾ മാസത്തിൽ 2 സിറ്റിംഗിൽ നമുക്ക് പോയി ലാസ്റ്റ് അത് റിലയൻസിന്റെ ആയിരുന്നു. നമ്മൾ പോവുകയും നമ്മളതിന് പിന്നാലെ ഉണ്ട് എന്ന് ബോധ്യം ഈ കമ്പനിക്ക് തോന്നി ഈ കമ്പനി അവസാന ഘട്ടത്തിൽ ഇത് സ്വയം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിലുള്ള ജനകീയ സമരം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോ അതിന്റെ അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ട് എനിക്ക് തോന്നണില്ല. കാരണം നമ്മുടെ ഈ പ്രദേശം ഒട്ടനവധി റെസിഡൻസ് അസോസിയേഷനുകൾ, അതല്ലെങ്കിൽ ഒട്ടനവധി പൊതുപ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് നീലവല്ലിപ്പാറ. അവിടെ എല്ലാ പ്രസ്ഥാനത്തിന്റെയും എല്ലാവരെയും ആളുകളെല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജനകീയ സമരത്തിന് ഇത് തുടക്കം കുറിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ നല്ല രീതിയിലുള്ള ഒരു തുടക്കം മുതൽ
അവസാനവരെ ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനം എല്ലാവരും അത് ഉണ്ടായാൽ ഇത് നിർമ്മാണം ഇത്ര ആയെങ്കിൽ പോലും ഇതൊക്കെ ഇന്ന് അവസാനിപ്പിക്കുന്നതിന് നമ്മുടെ ഈ സമരങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഈ വാർഡിലെ നമ്മൾ ഈ ഗ്രാമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യം വളരെ പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ അയൽവാസികളോടൊക്കെ ചോദിച്ചു, ഈ തൊട്ടടുത്ത് ഇങ്ങനെ പ്രവർത്തനം നടന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയത്. ഇപ്പൊ ഇവിടെ പറഞ്ഞവരെല്ലാവരും സൂചിപ്പിച്ചത് എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് ക്രിറ്റിസിസം സംസാരിച്ചത്. ചിലരോട് സ്ഥലം നിരപ്പാക്കാൻ, ചിലരോട് കുളം കുഴിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു നിരവധി പ്രവർത്തനങ്ങൾ എപ്പോഴും നടക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ അത് അത്ര ശ്രദ്ധിക്കാതെ പോയത്. പക്ഷെ തൊട്ടടുത്തൊരു അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ അംഗൻവാടിയായിട്ട് വളരെയധികം സഹകരിക്കുന്ന വ്യക്തികളാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു അംഗൻവാടി ഉള്ളപ്പോഴും ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം കൊടുക്കാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ വെച്ച് തന്നെ ക്ലിറ്റസനോട് ചോദിച്ചു. ചേട്ടാ, തൊട്ടടുത്തുള്ള ആൾക്കാരോട് ഒരു വാക്കാണെങ്കിൽ നമുക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ ചോദിക്കാമായിരുന്നു, ഈ ടവറിന് വേണ്ടി സാങ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ക്ലിറ്റസൻ എന്നോട് പറഞ്ഞത് എന്റെ സ്ഥലമല്ല, എന്റെ അപ്പം വഴിയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് എനിക്ക് ഒരു ടവർ വരാൻ മറ്റൊരു അവകാശം എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജനങ്ങൾക്ക് ദോഷമാകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ ജോജോസ് സൂചിപ്പിച്ചു, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടെ പവർ ഹൗസ് ഭാഗത്ത് നമുക്ക് ടവർ വന്നത്. അവിടെ വന്നപ്പോൾ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി കുട്ടികൾ അടക്കമുള്ളവരാണ് അതിന് ഏറ്റവും മുൻനിരയിൽ വന്നു നിന്നത്. നമുക്കറിയാം ഈ അംഗൻവാടിയോട് ചേർന്ന്, ഇപ്പൊ നേരത്തെ മിനി ഡേവിസ് പറഞ്ഞു അവിടെ ടവർ വന്നു. പക്ഷെ ഇത് നമ്മുടെ ഈ അംഗൻവാടിയോട് ചേർന്ന് വന്നിരിക്കുന്ന സ്ഥലത്ത് നാളെ കുട്ടികളെ അവിടെ ഇരുത്താനായിട്ട് ധൈര്യം കാണിക്കുന്ന മാതാപിതാക്കൾ ചുരുക്കമാണെന്നാണ് ഇപ്പോൾ അവർ വിളിക്കുമ്പോൾ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കുട്ടികൾക്കും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരു ടവർ വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇതിന് രേഖാമൂലം പരാതി കൊടുക്കണം, എന്നാലാണ് പഞ്ചായത്തിന് ആക്ഷൻ എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അത് രേഖാമൂലം ജനങ്ങളുടെ എല്ലാവരും പരാതി എടുത്ത് അടുത്ത ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭയുടെ മീറ്റിംഗ്സ് അനുസരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ മേൽത്തട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ ഇവിടെ കൂടിയ ജനങ്ങൾ പോലും എനിക്ക് തോന്നുന്നു ഇതിന്റെ ആവശ്യം വരുമ്പോൾ പലപ്പോഴും മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കും. അതാണ് ഒരു മാതൃകയായിട്ട് എനിക്ക് കേബിൾ നഗർ പറയാനുള്ളത്. കേബിളിലെ പ്രദേശത്ത് നേരത്തെ ജോജോസ് സൂചിപ്പിച്ചു, കക്ഷി ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ അത് രക്ഷാധികാരിയായിരുന്നു. ആ പ്രദേശത്തെ വാസികളാണ് അതിന് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത്. അവർ കക്ഷി ചേർന്ന് അതിന്റെ പിന്നാലെ നടന്ന് ഇന്ത്യ നമുക്കറിയാം ഈ ടവർ വരരുത് എന്നുള്ള നിയമത്തോടുകൂടിയാണ് അവർ അവിടെ പ്രവർത്തിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ടവർ വരാതിരുന്നത്. പല ഭാഗങ്ങളിലും വാഴച്ചാൽ വന്നു, നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് വന്നു. എന്തുകൊണ്ട് അന്നത്തെ നിയമം അനുസരിച്ച് പഞ്ചായത്തിൽ ഒരു അറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വാർഡ് മെമ്പർമാരെ അറിയിച്ചിട്ട് വേണം ടവറിന് സാങ്ഷൻ കൊടുക്കാൻ നിർബന്ധം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നിയമം മാറി. 2019 നിയമം വന്നനുസരിച്ച് ചിലപ്പോൾ പെർമിറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ ജനകീയ വിഷയമാകുമ്പോൾ ആ ജനങ്ങൾ അറിയണം ആ വാർഡിൽ എന്താണ് വരുന്നതെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിട്ട് വേണം ആ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കേണ്ടത്. അതിലൊരു വീഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഭരണസമിതിക്ക് അറിയാത്തത് അവരോട് അത് ഉൾപ്പെടുത്താതെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ലിറ്റസെന്റോട് അഭ്യർത്ഥന ഉള്ളത് തീർച്ചയായിട്ടും അവരുടെ കുടുംബങ്ങളുണ്ട്, തൊട്ടടുത്ത കുടുംബങ്ങളുണ്ട്, പല രീതികൾ ഇത് പറയുന്നുണ്ട്. നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാലും പക്ഷെ ഇതിന്റെ പഠനങ്ങൾ എപ്പോഴും തന്നെ വ്യക്തമാക്കുന്നത് റേഡിയേഷൻ നമുക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് കുട്ടികളോട് കൂടുതൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് പറയുന്നത്. അതിന് റേഡിയേഷൻ അവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കുട്ടികളത് മാറ്റി നിർത്തുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റേഡിയേഷൻ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആവുന്ന രീതിയിൽ ഇത് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കാന്ന് മാത്രമല്ല ലിറ്റസന്റെ കുടുംബത്തോടോ ലിറ്റസനോടോ ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഈ മീറ്റിൽ നാം കൂടിച്ചേർന്നത്. തീർച്ചയായിട്ടും നമ്മളോട് ചോദിച്ചതിൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇത് വെക്കിണ്ടായിരുന്നു. പല വ്യക്തികളോട് ഇവിടെ ചോദിച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അവരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനൊരു തീരുമാനം എടുക്കുക എന്നാണ് ഏറ്റവും സ്ഥലം ഉടമസ്ഥരെ ലിറ്റസനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തായാലും അതിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് തയ്യാറാണ്. നിങ്ങളും ഒപ്പം നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയ പ്രസിഡന്റിനെയും എല്ലാവരെയും ഒരിക്കൽ നന്ദി എന്തായാലും ഇവിടെ അടുത്താലും പറയുന്നതാണ്. എന്നാൽ പോലും നമ്മുടെ എല്ലാവരുടെയും പറയാൻ പറ്റും ഏത് സാഹചര്യത്തിലാണ് ഒരു പക്ഷേ ഈ കക്ഷി തന്നെ ഇത് വേണ്ട, അവർക്ക് ചെലവായി പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പിൻവാങ്ങുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പല ജനകീയ സംബന്ധിക്കുന്ന സംരംഭം ചിലപ്പോൾ പല അവരും എത്തിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ മനസ്സിന് മനസ്സാന്തരം വന്ന് ഇതിൽ നിന്ന് മാറാണെങ്കിൽ ചിലപ്പോൾ കാശവന് നിർത്തി കിട്ടിയാൽ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ന് കരൂരിൽ കാണുന്ന ഏറ്റവും സാമ്പത്തികമായി ലക്ഷ്യം മാത്രം
മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഇതൊന്നും നമ്മളെ വിഷയമല്ല. കാരണം അവൻ എല്ലാ വക സ്വാധീനങ്ങളും ഉപയോഗിച്ച് സമൂഹത്തിന് മുമ്പിൽ അവന്റെ കാര്യം നടത്തി ഏറ്റവും മാന്യനായ വ്യക്തിയാണ്. അത് കഴിഞ്ഞ മുൻകാലങ്ങളിൽ നമ്മുടെ അനുഭവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. ധാരാളം സംസാരിക്കാൻ കഴിഞ്ഞു. ഞാൻ അവസാനമുള്ള വാക്കുകൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞു. ജനത്തിന്റെ ബാഹുല്യം അത് കുറവ് വെച്ച് നോക്കുമ്പോ ഇന്ന് വൈകിയ വേളയിൽ ഇവിടെ ചർച്ചയുണ്ടായി. ലിറ്റിസന്റെ ടവർ ഇവിടെ ഉയരണമോ വേണ്ടയോ? അതിനെപ്പറ്റി ഇവിടെ ഒരു 4 മണിക്ക് ഭയങ്കര ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഉണ്ടായ പകുതി പേര് പോലും ഇന്ന് ഈ സംഭവത്തിൽ ഇവിടെ ഹാജരായിട്ടില്ല. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുറമേ നിന്ന് ആളുകൾ പറയും ടവർ വേണ്ട, പക്ഷെ അത് വെളിച്ചത്ത് വന്ന് ധൈര്യപൂർവ്വം പറയാനായിട്ട് ഇവിടെ ആരുമില്ല. അതാണ് നമ്മുടെ നീരോൽപ്പാറയുടെ പ്രത്യേകത. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച വർക്ക് ആരും അറിഞ്ഞില്ല എന്നൊരു സത്യമാണ്. പക്ഷെ നമ്മുടെ അടുത്ത വീടുകളിൽ പോലും ആരാണ് വന്നതെന്ന് കൃത്യമായിട്ട് ക്യാമറ കണ്ണുകളിലൂടെ നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഈ വർക്ക് ഇവിടെ തുടങ്ങിയാലേ അറിയാൻ പറ്റിയില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന്റെ നമ്മുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച കൂടിയാണ്. രണ്ടാമത് ഈ ടവർ വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? അതിനെപ്പറ്റി ആരും ഇവിടെ പറഞ്ഞു കേട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ക്യാൻസർ രോഗം വളരെ കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ വരുന്നത്? ഒരു ടവർ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ല ക്യാൻസർ വരുന്നത്. പക്ഷെ പഴയ കാലങ്ങളെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഈ രോഗങ്ങൾ നമുക്ക് കൂടുതലാണ്. കാരണം ക്യാൻസർ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഗാമ വൈറസ്, ഗാമ റൈസ് എന്ന ഒരു കിരണം, ക്യാൻസർ രോഗികളുടെ ആ ഭാഗത്ത് കീമോ കൊടുക്കാൻ ഉപയോഗിക്കുന്ന, ആ കോശങ്ങളെ കരിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ഗാമ റൈസ് എന്ന കിരണം നമ്മുടെ മൊബൈൽ ടവർ വഴി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ റേഡിയേഷൻ കുറച്ചിട്ട് റേഡിയോ ഫ്രീക്വൻസി എന്നൊരു തരംഗമാണ് ഇപ്പോൾ ടവറിൽ നിന്ന് വരുന്നത്. അത് നിലവിൽ നമുക്ക് കുഴപ്പമില്ലെങ്കിലും നിരന്തരമായി നമ്മുടെ ശരീരം അത് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ക്യാൻസർ, ആസ്മ അല്ലെങ്കിൽ ഡിപ്രഷൻ തുടങ്ങിയ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ വ്യക്തി, ലിറ്റിസ് എന്ന വ്യക്തി പുതിയതായി പണിയുന്ന ടവറിന് തൊട്ടടുത്ത് നമ്മുടെ ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പിഞ്ചു കുട്ടികളാണ് അവിടെ ക്ലാസ്സിൽ പോകുന്നത്. പിഞ്ചു തലച്ചോറുമുള്ള നമ്മുടെ കുട്ടികൾ നിരന്തരമായ ആ റേഡിയേഷൻ ഏൽക്കുന്നത് മൂലം അവർ ചിലപ്പോൾ ശാസ്ത്രജ്ഞന്മാരാകാം, അല്ലെങ്കിൽ സയന്റിസ്റ്റുകളാകാം, പൈലറ്റുമാരാകാം, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന കുരുന്നുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരുടെ എല്ലാം ജീവിതതാളത്തെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഒരു ടവർ അവിടെ വരികയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും 2-3 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എന്റെ വീട്ടിൽ റേഞ്ച് ഇല്ല. ഞാൻ ഫോൺ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും കമ്പനിക്കാർ തെറി പറയാറുണ്ട്, റേഞ്ച് കിട്ടുന്നില്ല. നമുക്കത് ആവശ്യമാണ്. എങ്കിൽ കൂടി ഈ മനുഷ്യരാശിക്ക്, നമ്മുടെ മനുഷ്യന്റെ ജീവന് ഹാനി വരുത്തുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ ടവർ നമുക്ക് വേണ്ട. ജനവാസ മേഖലയിൽ നിന്ന് അത് മാറ്റി സ്ഥാപിക്കണം. കാരണം മനുഷ്യനുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് റേഞ്ചിന്റെ ആവശ്യമുള്ളൂ. മനുഷ്യൻ ഇല്ലാത്തപ്പോ റേഞ്ച് കിട്ടിയിട്ടുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യവാസ മേഖലയിൽ നിന്ന് ഈ ടവർ മാറ്റി സ്ഥാപിക്കണം. ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും നീരോലിപ്പാറ നാസ് ക്ലബിന്റെ എല്ലാവിധ സഹകരണങ്ങളും ഈ ജനകീയ സമിതിക്ക് ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീമതി മേരി പേലിക്ക് ആദ്യമായിട്ട് ഈ ജനകീയ സമിതിയുടെ പേരിലും നാസ് ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. രണ്ടാമത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മൾക്ക് ഇത് പൊങ്ങിയാലും നമുക്ക് മാറ്റാൻ ശക്തമായ ഇടപെടലിലൂടെ മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ട നടപടിക്രമങ്ങളിലേക്ക് നമ്മളെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിനും ജീവനും ഹാനികരമായ രീതിയിലാണ് ടവർ വന്നാൽ. കാരണം ഇത്രയും ജനങ്ങൾ നീരോലിപ്പാറയെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ വീടുകൾ അടുത്തടുത്ത് ഉള്ള സ്ഥലമാണ്. അപ്പോ ഈ 2-ാം വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ടവർ നിർമ്മിച്ച ആളും അത് ഈ വാർഡിൽ തന്നെ ഒരു വ്യക്തി ആണെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും ആ മനുഷ്യരുടെ
ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ ഈ ടവറുടെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അനുവാദം കൊടുത്തു. അത് അതിന്റെ പണിയുടെ ഘട്ടത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. എല്ലാ സപ്പോർട്ടും അയൽ മെമ്പർ എന്ന വാർഡിലെ